നെല്ല് സംഭരണം വീണ്ടും അനിശ്ചിതത്വത്തിൽ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലെ ധാരണ ലംഘിച്ച് മില്ലുടമകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷി, ഭക്ഷ്യ, ധനകാര്യ വകുപ്പ് മന്ത്രിമാരും തമ്മിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ നെല്ല് സംഭരണ കാര്യത്തിൽ തീരുമാനത്തിലെത്തിയെങ്കിലും നെല്ല് സംഭരിക്കാൻ ഇനിയും മില്ലുടമകൾ തയ്യാറായില്ല. നെല്ലിന് അരിയാക്കി നൽകുന്ന അളവിലെ വ്യത്യാസമാണ് സ്തംഭനത്തിന് കാരണം. 100 കിലോ നെല്ലിന് 68 കിലോ അരി നൽകണമെന്ന കേന്ദ്ര സർക്കാർ നയമാണ് തിരിച്ചടിയായത്. ഇത്രയും അരി തരാൻ കഴിയില്ലെന്നും 3.5 കിലോ കുറച്ച് 64.5 കിലോ മാത്രമേ നൽകാൻ കഴിയൂ എന്നുമാണ് മില്ലുടമകളുടെ പുതിയ നിലപാട്. ഇതായിരുന്നു നേരത്തെ നെല്ല് സംഭരണം വൈകാൻ കാരണമായത്. കൈകാര്യ ചിലവ് വർദ്ധിപ്പിക്കാമെന്ന യോഗത്തിൽ മന്ത്രിമാർ സമ്മതിച്ചെങ്കിലും അരിയുടെ അളവിന്റെ കാര്യത്തിലാണ് തർക്കം തുടരുന്നത്. ഇതോടെ ഇനിയും നെല്ല് സംഭരിക്കാനാവില്ലെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങളാകുമ്പോഴും പാലക്കാട് ജില്ലയിലെ പല കർഷകരും സപ്ലൈകോ നെല്ലെടുക്കുമെന്ന പ്രത്യാശയിലാണ് നെല്ലും ശേഖരിച്ച് കാത്തിരിക്കുന്നത്. പലതും മുള പൊട്ടുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ സഹകരണ വകുപ്പ് മുഖേന കുറച്ച് കർഷകരുടെ നെല്ല് സംഭരിച്ചത് മാത്രമാണ് ആകെ നടന്നത്. ഇനിയും സംഭരണം വൈകിയാൽ കിട്ടിയ വിലയ്ക്ക് നെല്ല് വിൽക്കാൻ കർഷകർ തയ്യാറാകും. 28 രൂപ 20 പൈസയാണ് നിലവിലെ നെല്ലിന്റെ വിലയെങ്കിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നെല്ലുവില കിലോയ്ക്ക് 30 രൂപയാക്കി പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഇത് പ്രാബല്യത്തിൽ വന്ന നെല്ല് സംഭരിക്കുമ്പോഴേക്കും നെല്ലെല്ലാം വിറ്റു കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. ഫലത്തിൽ സർക്കാരിന്റെ പ്രഖ്യാപനം വൃഥാവിലാകുന്ന അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.